എല്ലാവർക്കും നമസ്കാരം. ഉലകം മുഴുവൻ പെർഫെക്റ്റായ, എല്ലാം കൃത്യമായി നടക്കുന്ന ഒരു സിനിമാറ്റിക് ലോകത്തെക്കുറിച്ചെന്ന് സങ്കല്പിച്ചു നോക്കൂ. കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ? എന്നാൽ ഇതിനൊക്കെ കൊടുക്കേണ്ടി വരുന്ന ഒരു വിലയുണ്ട്. 1993 പുറത്തിറങ്ങിയ ലോയിസ് ലൗറിയുടെ സയൻസ് ഫിക്ഷൻ നോവലായ ദ ഗിവർ എന്ന കൃതിയുടെ ഈ ഒരു വിശകലനത്തിൽ നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നതും അതാണ്. ഒരു ഉട്ടോപ്പിയയുടെ, അതായത് എല്ലാം തികഞ്ഞ ഒരു ലോകത്തിന്റെ യഥാർത്ഥ വില എന്താണ്? നമുക്ക് നോക്കാം. നോക്കൂ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ സ്വാതന്ത്ര്യം, സ്നേഹിക്കാനുള്ള കഴിവ്, നിങ്ങളുടെ ഭൂതകാലം ഇതെല്ലാം ഉപേക്ഷിച്ചാൽ യാതൊരു വേദനകളുമില്ലാത്തൊരു ലോകത്ത് ജീവിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ? ഈ ഒരൊറ്റ ചോദ്യത്തിലാണ് ഈ കഥയുടെ ജീവനിരിക്കുന്നത്. വേദനകളില്ലാത്ത ലോകമെന്ന് കേൾക്കുമ്പോൾ ആർക്കും പെട്ടെന്ന് ആകർഷണം തോന്നും. പക്ഷെ സംഗതി അത്ര സിമ്പിളല്ല. ഈ കഥയിലെ വിചിത്രമായ ലോകത്തെ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം അറിയേണ്ടത് സമാനത അല്ലെങ്കിൽ സെയിംനെസ് എന്ന കൺസെപ്റ്റാണ്. എന്താണെന്നല്ലേ? വ്യക്തിത്വം, ചരിത്രം, ബുദ്ധിമുട്ടുള്ള വികാരങ്ങൾ, വേദന, ചോയ്സുകൾ ഇവയൊന്നുമില്ലാത്തൊരവസ്ഥ. മനുഷ്യജീവിതത്തിലെ എല്ലാ ഉയർച്ചതാഴ്ചകളെയും അവരങ്ങ് ഇല്ലാതാക്കി. ശരിക്കും പറഞ്ഞാൽ യാതൊരു കഷ്ടപ്പാടുകളും ഉണ്ടാകരുത് എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി അവർ മനുഷ്യരുടെ ജീവിതം തന്നെ ഒരു ഫ്ലാറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി ഈ കഥയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാന കഥാപാത്രമായ 12 വയസ്സുകാരൻ ജോനസിനെയും അവന്റെ ഫാമിലിയെയും ഒന്ന് പരിചയപ്പെടാം. അമ്മ നീതിന്യായ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. അച്ഛനൊരു നർച്ചററാണ്, അതായത് സമൂഹത്തിലെ നവജാത ശിശുക്കളെ നോക്കുന്ന ആൾ. അവനൊരു 7 വയസ്സുകാരി അനിയത്തിയുമുണ്ട്, ലില്ലി. ഇവരെല്ലാം ജീവിക്കുന്നത് കമ്മിറ്റി ഓഫ് എൽഡേഴ്സ് എന്നൊരു ഭരണസമിതിയുടെ എപ്പോഴുമുള്ള നിരീക്ഷണത്തിലാണ്. എല്ലാം അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ മാത്രമേ അവിടെ നടക്കൂ. പക്ഷേ എല്ലാവരും ഒരേപോലെ ഇരിക്കുന്ന ഈ സമൂഹത്തിൽ ജോനസ് കുറച്ച് വ്യത്യസ്തനാണ്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഈ ലോകം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണാൻ കഴിയുക, നിറങ്ങളേയില്ല. എന്നാൽ ജോനസിന് വളരെ വിളറിയ കണ്ണുകളാണുള്ളത്. അതും മാത്രമല്ല, അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആഷറിന് പോലും കാണാൻ കഴിയാത്തൊരു കാര്യം അവൻ കണ്ടു: ഒരു ആപ്പിളിന്റെ നിറം പെട്ടെന്ന് ചുവപ്പായി മാറുന്നത്. മറ്റാർക്കുമില്ലാത്ത എന്തൊക്കെയോ ചില കഴിവുകൾ ജോനസിനുണ്ടെന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. ഇവരുടെ ഇടയിലെ ജീവിതം എങ്ങനെയാണെന്നറിയാമോ? എല്ലാം ചില ചിട്ടയായ ചടങ്ങുകളിലൂടെയാണ് നടക്കുക. സെറമണി ഓഫ് 1 എന്ന ചടങ്ങിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് പേരിടുകയും അവരെ ഫാമിലികൾക്ക് കൊടുക്കുകയും ചെയ്യും. ഇതിനിടയിൽ ജോണസിന്റെ അച്ഛൻ നോക്കുന്ന ഗബ്രിയൽ എന്നൊരു കുഞ്ഞുണ്ട്. അവന് ആരോഗ്യക്കുറവ് കാരണം 1 വർഷം കൂടി അധികം സമയം കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അവനെ എൽസ്വേർ എന്ന് എവിടേക്കോ അയക്കും. പിന്നീട് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെറമണി ഓഫ് 12. അവിടെ വെച്ചാണ് ഒരാൾ ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ട ജോലി എന്താണെന്ന് അധികാരികൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ ദിവസമെത്തി, സെറിമണി ഓഫ് 12. ജോണസിന്റെ സുഹൃത്തുക്കളായ ആഷറിനും ഫിയോണയ്ക്കുമൊക്കെ അവർക്കുള്ള ജോലികൾ കിട്ടി. എന്നാൽ പേര് വിളിക്കുന്നതിനിടയിൽ ജോണസിനെ അവർ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തു. സത്യത്തിൽ അവൻ ശരിക്കും ഭയന്നുപോയി. എന്നാൽ കുറച്ചു കഴിഞ്ഞ് അവരാ വലിയ കാര്യം പ്രഖ്യാപിച്ചു. ആ സമൂഹത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന റിസീവർ ഓഫ് മെമ്മറിയായി ജോണസിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതൊരു വലിയ അംഗീകാരമായിരുന്നു, കൂടെ വലിയൊരു ഭാരവും. ഇത്രയും വലിയൊരു സ്ഥാനത്തേക്ക് എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ തിരഞ്ഞെടുത്തത്? അതിനുള്ള ഉത്തരം ഇതാണ്: അപ്പുറത്തുള്ളത് കാണാനുള്ള കഴിവ് അവനുണ്ട്. പഴയ കാലത്തിന്റെ ഓർമ്മകളും രഹസ്യങ്ങളും മുഴുവൻ പേരാൻ കൗൺസിൽ ഓഫ് എൽഡേഴ്സിന് സാധിക്കാത്തതുകൊണ്ട് ആ വലിയ ചുമതല അവരെ ചെറിയ കുട്ടിയുടെ തലയിൽ വച്ചുകൊടുക്കുകയാണ്. ആ പുതിയ റോൾ അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. പഴയ ഗിവർ ജോനസിന്റെ പുറത്ത് കൈകൾ വെച്ചുകൊണ്ട് അവന് ഓർമ്മകൾ പാസ് ചെയ്യാൻ തുടങ്ങി. മഞ്ഞുമൂടിയ കുന്നിലൂടെ താഴേക്ക് തെന്നി നീങ്ങുന്നതിന്റെ ത്രില്ല്, ഫിയോണിയുടെ മുടിയുടെ നിറം മാറുന്നത്, ഒരു കാലുടിയുമ്പോഴുള്ള അസഹനീയമായ വേദന, പട്ടിണിയും അവഗണനയും നൽകുന്ന വലിയ ട്രോമ, ഒപ്പം കുടുംബം, മുത്തശ്ശിമുത്തശ്ശന്മാർ, സ്നേഹം എന്നൊക്കെയുള്ള മനോഹരമായ അനുഭവങ്ങളും ജോനസ് ആദ്യമായി ഫീൽ ചെയ്തു. ആ സമൂഹത്തിന് നഷ്ടപ്പെട്ട മനുഷ്യത്വത്തിന്റെ മുഴുവൻ ഭാരവും അവൻ തന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. പക്ഷേ പുതിയ അറിവുകൾ അവനെ വല്ലാതെ ഒറ്റപ്പെടുത്തി. തന്റെ ചുറ്റുമുള്ളവർക്ക് ഒരിക്കലും സ്നേഹം എന്ന വികാരം എന്താണെന്ന് അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്ന സത്യം അവൻ മനസ്സിലാക്കുന്നു. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നോ? അവന് കിട്ടിയ ഈ അറിവുകളോ സന്തോഷങ്ങളോ സ്വന്തം ഭാര്യയോടുപോലും ഷെയർ ചെയ്യാൻ അവന് പെർമിഷനില്ല. പഴയ ഗിവറോടല്ലാതെ മറ്റൊരാളോടും ഇതൊന്നും സംസാരിക്കാൻ പറ്റാത്ത ആ അവസ്ഥ ജോനസിനെ ശരിക്കും വീർപ്പുമുട്ടിച്ചു. കഥയുടെ ടോൺ മാറുന്നത് ഇവിടെയാണ്. റിലീസ് എന്ന് പറയുന്നത് ഇവരുടെ സമൂഹത്തില് വളരെ നോർമലായൊരു കാര്യമാണ്. എവിടേക്കുള്ളൊരു മാറ്റം, അത്രയുള്ളൂ.
എന്നാൽ തന്റെ അച്ഛൻ നോക്കുന്ന ആ ഗാബ്രിയൽ എന്ന കുഞ്ഞിനെ റിലീസ് ചെയ്യാൻ പോവുകയാണെന്നറിയുമ്പോൾ ജോണസ് ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. അവിടെയാണ് അവൻ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. ഈ റിലീസ് എന്ന് പറയുന്നത് വളരെ ഡാർക്കായ, മാരകമായ ഒരു വലിയ നുണയാണ്. താൻ ജീവിക്കുന്ന ലോകത്തിന്റെ യഥാർത്ഥ മുഖം അവൻ അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളും ചിന്തിക്കും, അല്ലേ? ശരിക്കും എന്താണ് ഈ റിലീസ്? എങ്ങോട്ടാണ് ഇവർ ഈ ആളുകളെ പറഞ്ഞയക്കുന്നത്? ഈ ചോദ്യം കഥയിലെ ടെൻഷൻ 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. ഏറ്റവും സുരക്ഷിതം എന്ന് നമ്മൾ കരുതിയ ആ ലോകത്തിന്റെ ഏറ്റവും ഇരുണ്ട രഹസ്യം നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. അതെ, ഉത്തരം യൂത്തനേഷ്യ എന്നതാണ്. അതായത് ദയാവധം. യാതൊരു വേദനയുമില്ലാതെ ആളുകളെ കൊല്ലുന്ന പ്രക്രിയ. ജോണസിന് ഏറ്റവും കൂടുതൽ തകർത്ത് കളഞ്ഞത് എന്താണെന്നോ? നവജാത ശിശുക്കളെ സംരക്ഷിക്കുന്നുവെന്ന് അവൻ വിശ്വസിച്ചിരുന്ന അവന്റെ സ്വന്തം അച്ഛൻ തന്നെയാണ് കൂളായിട്ട് ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ അവരുടെ റൂൾസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഫീലിംഗ്സും ഇല്ലാതെ അവരെ കൊന്നുകളയുക. അതാണ് അവർ പറയുന്ന ഈ റിലീസ്. ഈ സമയത്താണ് പഴയ റിസീവറുടെ കഥയ്ക്ക് ഇത്രയും പ്രാധാന്യം വരുന്നത്. ജോനസിനു മുൻപ് ആ പൊസിഷനിൽ ഉണ്ടായിരുന്നത് സാക്ഷാൽ ഗിവറുടെ സ്വന്തം മകളായ റോസ്മേരിയായിരുന്നു. മനുഷ്യരുടെ മുഴുവൻ വേദനകളുടെയും ഓർമ്മകൾ താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ അവൾ സ്വയം റിലീസ് ചോദിച്ചു വാങ്ങി മരിക്കുകയായിരുന്നു. അവൾ മരിച്ചപ്പോൾ അവളിലുണ്ടായിരുന്ന ഓർമ്മകളെല്ലാം തിരിച്ച് സമൂഹത്തിലേക്ക് തന്നെ പടർന്നു. അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. ഈ സംഭവം മനസ്സിലുള്ളതുകൊണ്ടാണ് ഗിവറും ജോനസും ചേർന്ന് പുതിയൊരു പ്ലാൻ തയ്യാറാക്കുന്നത്. ജോനസ് അവിടുന്ന് രക്ഷപ്പെട്ടാൽ ആ ഓർമ്മകൾ മുഴുവൻ ജനങ്ങളിലേക്കെത്തും. അവർക്ക് ആ വികാരങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. വെറും ഒരു ദിവസം മാത്രമാണിനി ജോനസിന് മുന്നിൽ ബാക്കിയുള്ളത്. ഗാബ്രിയൽ എന്ന ആ ചെറിയ കുഞ്ഞിനെ നാളെ തന്നെ റിലീസ് ചെയ്യുമെന്ന്, അതായത് കൊന്നുകളയുമെന്ന് അവന്റെ അച്ഛൻ പറയുന്നു. ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കൂടെ തന്റെ കയ്യിലുള്ള ഓർമ്മകൾ സമൂഹത്തിന് തിരികെ നൽകി അവരെ യഥാർത്ഥ മനുഷ്യരാക്കി മാറ്റണം. ഈ വലിയ ടാസ്കിനായി ജോണസിന് മുന്നിലുള്ളത് വെറും 24 മണിക്കൂർ. ഇത് ശരിക്കും ഒരു ജീവൻ മരണ പോരാട്ടമാണ്. പിന്നെ നമ്മൾ കാണുന്നത് ശ്വാസമടക്കി പിടിച്ചിരിക്കാൻ തോന്നുന്ന അവരുടെ രക്ഷപ്പെടലാണ്. ആദ്യ ദിവസം തന്നെ ജോനസ് അച്ഛന്റെ സൈക്കിളും കുറച്ച് ഭക്ഷണവുമൊക്കെ മോഷ്ടിച്ച് ഗബ്രിയേലിനെയും കൊണ്ട് അവിടുന്ന് മുങ്ങുന്നു. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ അവർ നിറങ്ങൾ നിറഞ്ഞ മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഗബ്രിയേലിനെ തണുപ്പിൽ നിന്നും രക്ഷിക്കാൻ തനിക്ക് മുമ്പ് കിട്ടിയ സൂര്യപ്രകാശത്തിന്റെയും സൗഹൃദത്തിന്റെയൊക്കെ ഓർമ്മകൾ ജോനസ് അവന് പകർന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാന ദിവസങ്ങളിൽ അവർ കൊടും തണുപ്പുള്ള മഞ്ഞ് വീഴുന്നൊരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. കൊടും തണുപ്പത്ത് മരവിച്ചു നിൽക്കുന്ന ആ അവസ്ഥയില് ജോനസ് ഒരു അത്ഭുത കാഴ്ച കാണുകയാണ്. ഗിവറിൽ നിന്നും അവന് ആദ്യമായി കിട്ടിയ ആ ഓർമ്മയിലെ അതേ മഞ്ഞുമൂടിയ കുന്ന് അവനു മുന്നിൽ. അവിടെ സംഗീതം കേൾക്കാം, ദൂരെ ക്രിസ്മസ് ലൈറ്റുകൾ കാണാം. താൻ ഇത്രയും കാലം അന്വേഷിച്ചിരുന്ന തന്റെ സമൂഹത്തിന് നഷ്ടപ്പെട്ട ആ സ്നേഹവും ചൂടും അവനവിടെ കണ്ടെത്തിയെന്ന് അവൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. ലോയിസ് ലൗറി അവസാനം വായനക്കാർക്ക് മുന്നിലേക്ക് വെക്കുന്നൊരു ചോദ്യമുണ്ട്. ജോനസ് ശരിക്കും രക്ഷപ്പെട്ടോ? അവൻ ആ സ്നേഹം നിറഞ്ഞ ലോകം കണ്ടെത്താൻ കഴിഞ്ഞോ? അതോ ഈ കൊടും തണുപ്പുമൂലം ഹൈപ്പോതെർമിയ വന്ന് മരിക്കാറായ ആ കുട്ടിയുടെ വെറുമൊരു തോന്നൽ മാത്രമായിരുന്നോ അത്? ഉത്തരം എന്താണെങ്കിലും ഓർമ്മകൾക്കും സ്നേഹത്തിനും സ്വാതന്ത്ര്യത്തിനും നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എത്രത്തോളമാണെന്ന് ഈ കഥ നമ്മെ ശരിക്കും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു മികച്ച വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.